നമസ്കാരം. മേജർ ചാന്ദ് മൽഹോത്ര എന്ന് കേട്ടിട്ടുണ്ടോ? വർഷം 1971. അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോലും അനുമതി ഇല്ലാതിരുന്നിട്ടും പാകിസ്ഥാനിൽ കടന്നു കയറി ഒരു സർജിക്കൽ സ്ട്രൈക്ക് വിജയകരമായി നടത്തിയ ഒരു കമാൻഡോ ഓഫീസറാണ് ഇദ്ദേഹം, ദ റിയൽ ഹീറോ. എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ ഈ വീരകൃത്യം തമസ്കരിക്കപ്പെടാനായിരുന്നു യോഗം. വളരെ യാദൃശ്ചികമായിട്ടാണ് മലയാളികൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ചരിത്രം കേൾക്കാൻ യോഗമുണ്ടായത്. അതിന് നന്ദി പറയേണ്ടത് ശ്രീ മേജർ രവിയോടും. കുറച്ച് നാൾക്ക് മുന്നേ നടന്ന ഒരു ചാനൽ ചർച്ചയ്ക്കിടയിലാണ് ഇദ്ദേഹം ഈ സംഭവം വെളിപ്പെടുത്തുന്നത്. കൂടെയുണ്ടായിരുന്ന സഹപാനലിസ്റ്റായ ഒരു കോൺഗ്രസ് വക്താവിൻ്റെ അസഹിഷ്ണുത മൂലമാണ് ഇദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തേണ്ടി വന്നത്. ആ നിലയ്ക്ക് ആ കോൺഗ്രസ് വക്താവും ഇതിൽ നന്ദി അർഹിക്കുന്നുണ്ട്. സിനിമാ കഥയെ വെല്ലുന്ന മേജർ ചാന്ദ് മൽഹോത്രയുടെ ധീരകൃത്യത്തിലേക്ക് സ്വാഗതം. 1971 സംഭവം നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അന്നൊക്കെ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ നുഴഞ്ഞുകയറ്റം കുറച്ച് കൂടുതലായി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഇടയ്ക്കാണ് പൂഞ്ച് സെക്ടറിൽ വെച്ച് ഏതാനും ചില പാകിസ്ഥാൻ പട്ടാളക്കാർ യാതൊരു പ്രകോപനവും കൂടാതെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതും 12ഓളം ഇന്ത്യൻ സൈനികരെ വധിച്ചതും. ഈ ഒരു സംഭവം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മാഭിമാനത്തിനേറ്റ ഒരു വലിയ അടിയായിരുന്നു. സൈന്യത്തിന് ഇതിൽ പ്രതികാരം വീട്ടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ് ഇതിന് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. അതിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സൈനികരുടെ ഭാഗത്തു നിന്ന് ചില അതൃപ്തികളൊക്കെ ഉയർന്നെങ്കിലും ഒരു തിരിച്ചടിക്ക് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. അങ്ങനെ തങ്ങളുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവ് തൽക്കാലം കടിച്ചമർത്താനായിരുന്നു ഇന്ത്യൻ സൈന്യത്തിൻ്റെ തീരുമാനം. പക്ഷേ രജൗറി സെക്ടറിലെ ചാന്ദ് മൽഹോത്ര എന്ന യുവ കമാൻഡോ ഓഫീസർക്ക് ആ തീരുമാനത്തോട് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് ഒരു മിലിറ്ററി ഓപ്പറേഷനുള്ള അനുമതി ചോദിച്ചു. അനുമതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, മേജർ മൽഹോത്രയെ പിന്തിരിപ്പിക്കാനാണ് അന്ന് അവർ ശ്രമിച്ചത്. എന്നിട്ടും വിട്ടുകൊടുക്കാൻ ശ്രീ മൽഹോത്ര തയ്യാറായിരുന്നില്ല. അദ്ദേഹം തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് അല്പം ശബ്ദമുയർത്തി തന്നെ സംസാരിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ ആവുന്നത്ര പിന്തിരിപ്പിക്കാൻ നോക്കി. അവർ പറഞ്ഞത്, ഏതെങ്കിലും ഒരു സൈനിക നടപടിക്ക് മുതിർന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായാൽ നിങ്ങൾ സൈനിക നടപടി തന്നെ നേരിടേണ്ടി വരുമെന്നും, അതായത് കോർട്ട് മാർഷൽ പോലുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്നുമൊക്കെ മുന്നറിയിപ്പ് നൽകി. എന്തെങ്കിലും ഒരു ചെറിയ പാകപ്പിഴ വന്നാൽ പോലും നിങ്ങൾ തിരിച്ച് ഈ രാജ്യത്തേക്ക് വരേണ്ടതില്ല എന്നുമൊക്കെയാണ് അന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഈ വാക്കുകൾക്കൊന്നും തന്നെ മൽഹോത്രയെ പിന്തിരിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ യൂണിറ്റിലെ 10 കമാൻഡോകളെയും കൂട്ടി പാകിസ്ഥാൻ അതിർത്തി കടന്നു. 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപേ പോയ 10 സൈനികരെയും കൊണ്ട് ഇദ്ദേഹം ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തെ തിരികെ കണ്ട എല്ലാവർക്കും അത്ഭുതവും കൗതുകവുമൊക്കെയാണ് തോന്നിയത്. ഒരു കമാൻഡോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് പുറപ്പെട്ട ഒരു ടീം യാതൊന്നും സംഭവിക്കാത്തതുപോലെ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നു. മുഖത്തോ ശരീരത്തോ ഒന്നും ഒരു ഏറ്റുമുട്ടൽ നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നതുമില്ല. സ്വാഭാവികമായും ബേസ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ പരിഹസിക്കാൻ തുടങ്ങി. പക്ഷേ ഇദ്ദേഹം ആവശ്യപ്പെട്ടത് കോർ കമാൻഡറെ, അതായത് സുപ്പീരിയർ ഓഫീസറെ കാണണമെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഹാജരായ ശേഷം പറഞ്ഞു, മിഷൻ സക്സസ് എന്ന്. അത് അങ്ങനെയങ്ങ് പറഞ്ഞാൽ പോരാ, തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അദ്ദേഹവും തിരിച്ചു ചോദിച്ചു. ഉടൻ തന്നെ മൽഹോത്ര തൻ്റെ ബാക്ക് പാക്ക് എടുത്ത് അതിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും പുറത്ത് കുടഞ്ഞിട്ടു. അത് മറ്റൊന്നുമായിരുന്നില്ല, 37 മനുഷ്യ ചെവികളായിരുന്നു. അതിന് മൽഹോത്ര പറഞ്ഞത്, സാർ, 37 തലകൾ എനിക്ക് കൊണ്ടുവരാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ അവരുടെ ചെവികൾ ഇങ്ങ് അറുത്തെടുത്ത് കൊണ്ടുവന്നു എന്നതാണ്. ഈ വീരകൃത്യം അധികം വൈകാതെ ഡൽഹിയിലും അറിഞ്ഞു. പക്ഷേ അവിടെ നിന്നുള്ള മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. കീപ് ഇറ്റ് ആസ് ഇറ്റ് ഈസ് എന്നായിരുന്നു. അതായത് സംഭവിച്ചത് സംഭവിച്ചു, ഇനി അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന്. മേജർ മൽഹോത്രയുടെ വീരകൃത്യം ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഈ സംഭവം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. അതിനിടയിൽ ശത്രു സൈന്യത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട ക്യാമ്പുകളെല്ലാം ഇന്ത്യൻ സൈന്യം പിടിച്ചെടുക്കുകയും നിരായുധീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യൻ സൈന്യത്തിന് നേർക്ക് ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് തുരുതുരാ വെടി ഉയർത്തുകൊണ്ടിരുന്നു. പിന്നീട് അവർക്കത് മനസ്സിലായി, ഇത് മന്തോൾ എന്ന ഗ്രാമത്തിലെ ചില വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാവുന്നതെന്ന്. അങ്ങനെ അവിടം ഇന്ത്യൻ സൈന്യം വളഞ്ഞു. ഇതിന് റെയ്ഡ് ഓൺ മന്തോൾ എന്നാണ് പേരിട്ടത്. ഒടുവിൽ ആ ഗ്രാമത്തിൻ്റെ മറവിൽ നടന്ന ഒളിസങ്കേതവും ഇന്ത്യൻ സൈന്യം ഒഴിപ്പിച്ചു. ഇതിലും ഈ മേജർ വഹിച്ച പങ്ക് സുപ്രധാനമായിരുന്നു. ഈ സുപ്രധാനമായ 2 മിലിറ്ററി ഓപ്പറേഷനുകൾക്ക് മുൻപ് ഇദ്ദേഹം 2 ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ADC ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. കമാൻഡോ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ കാലയളവിലായിരുന്നു അത്. ആ ഇടയ്ക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവും നടന്നിരുന്നു. വിവാഹം ചെയ്തത് ഉത്തരേന്ത്യയിൽ മിലിറ്ററി ഉദ്യോഗസ്ഥനായ ഒരു മലയാളിയുടെ മകളെ തന്നെയായിരുന്നു.
ആ യുവതിക്ക് ഈ 6 അടി 3 ഇഞ്ചുകാരനായ ധീരനോട് അടക്കാനാവാത്ത പ്രണയമായിരുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ധീരന്മാരോട് പ്രണയം തോന്നുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണല്ലോ. ധീരന്മാരോട് മാത്രമേ പ്രണയം തോന്നൂ എന്നുള്ളത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യവും. അങ്ങനെ അക്കാലത്ത് തന്നെ അവർ വിവാഹിതരായി. വിവാഹിതനായതിനു ശേഷമാണ് ഇത്തരം ധീര സാഹസിക കൃത്യങ്ങൾ എല്ലാം ചെയ്തത് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥതയാണ് കാണിക്കുന്നത്. ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം നേഷൻ ഫസ്റ്റ് എന്നതാണ് പോളിസി. സൈനിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഇദ്ദേഹം ബഹ്റൈനിൽ കുടുംബമായി സെറ്റിൽ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ഭരണകൂടത്താൽ തമസ്കരിക്കപ്പെട്ട ഈ ധീര യോദ്ധാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക്